ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ giant refracting telescope at an observatory has an objective lens of focal length 15 meter, eyepiece of focal length 1 centimeter. What is the angular magnification of the telescope? ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ല, അറിയാം. ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഓഫ് ടെലസ്കോപ്പ് ഈക്വൽ ടു FO ഡിവൈഡ് ബൈ FE. പഠിച്ചിട്ടില്ലേ ഇങ്ങനൊരു ഫോർമുല? FO ബൈ FE. ടെലസ്കോപ്പിൻ്റെ ആംഗുലർ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുലയാണത്. FO എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്, അത് 15 മീറ്റർ, അതായത് 1500 സെൻറ്റിമീറ്റർ. 15 മീറ്ററിന് 1500 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം, കാരണം FE സെൻറ്റിമീറ്ററിൽ തന്നതുകൊണ്ടാണ്. ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് 1 സെൻറ്റിമീറ്റർ. ഇത് ചെയ്തു വരുമ്പോൾ 1500 കിട്ടും. ഇതാണ് ടെലസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി ഇതിൻ്റെ കൂടെ വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, if this telescope is used to view the moon, what is the diameter of the image of the moon formed by the objective lens? The diameter of the moon is 3.48 into 10 raised to 6 meter and the radius of the lunar orbit is this. എന്താണെന്ന് വെച്ചാലേ പറഞ്ഞുതരാം. ഇത് ടെലസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസാണ്, ഇത് ഐ പീസാണ്. ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇതിപ്പോൾ വെറുതെ റഫായിട്ട് വരയ്ക്കുന്നതാണ്. ഇത് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളെ മൂൺ ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വളരെ അകലെയാണ്. ഇത് ഞാനിങ്ങനെ വെറുതെ വരയ്ക്കുന്നതാണ് കേട്ടോ, റഫായിട്ട്. ഇത് മൂണാണ്. ഇതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. മൂണിൻ്റെ ഡയമീറ്റർ ഞാൻ H എന്ന് എഴുതിക്കോട്ടെ. H ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്ന് അറിയാൻ വേണ്ടിയാണ്. H ഇവിടെ തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. H എന്താണ്? ഇവിടെ എഴുതാം. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂണിൻ്റെ ഡയമീറ്റർ ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3.48 ഇൻറ്റു 10 raised to 6 മീറ്റർ. പിന്നെ റേഡിയസ് ഓഫ് ദ ലൂണാർ ഓർബിറ്റ്. റേഡിയസ് ഓഫ് ദ ലൂണാർ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ മൂണിൻ്റെ സെൻറ്ററിൽ നിന്ന് എർത്ത് വരെയുള്ള ഡിസ്റ്റൻസ്. റേഡിയസ് ഓഫ് ദ ലൂണാർ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ മൂണിൽ നിന്ന് എർത്ത് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ മൂണിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, എർത്തിൻ്റെ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് അവർ ഉദ്ദേശിച്ചത്. റേഡിയസ് ഓഫ് ദ ലൂണാർ ഓർബിറ്റ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ എർത്തിൻ്റെ സർഫസിലാണ് നമ്മൾ ഈ ലെൻസ് ഇരിക്കുന്നത്. അപ്പോൾ മൂൺ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, മൂൺ മുതൽ ഈ ഒബ്ജക്റ്റീവ് ലെൻസ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് U എന്ന് എഴുതാം, അല്ലത് U എന്ന് എഴുതാം. അപ്പോൾ U സൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ U വിൽ ബി നെഗറ്റീവ് അല്ലേ. അതാണ് റേഡിയസ് ഓഫ് ദ ലൂണാർ ഓർബിറ്റ്. 3.8 ഇൻറ്റു 10 raised to 8 മീറ്റർ. അപ്പോൾ ഈ മൂണ് നമ്മൾ ഇവിടുന്ന് വാച്ച് ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ഇത് ഇൻഫിനിറ്റിയിലായതുകൊണ്ട് വളരെ സ്മോളർ ഒബ്ജക്റ്റായിട്ട് കിട്ടുക. ആ മൂണ് വളരെ ചെറുത്, a few സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഡയമീറ്റർ ഉള്ള രീതിയിലേ വരുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന ഡയമീറ്റർ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? H ഡാഷ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് H ഡാഷ്. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദ ഡയമീറ്റർ, എന്താ വേണ്ടത് നമുക്ക്? വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ഇമേജ്? H ഡാഷ് ആണ് വേണ്ടത്. ഇമേജിൻ്റെ ഹൈറ്റ് H ഡാഷ് ആണ് ക്വസ്റ്റ്യൻ. V എന്താണെന്ന് നമുക്കറിയാം. V അപ്രോക്സിമേറ്റ്ലി എന്താണെന്ന് പറയാമോ? V എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ സെൻറ്റർ മുതൽ ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് V. ഈ മൂന്ന് ഏകദേശം ഇൻഫിനിറ്റിയിലായതുകൊണ്ട് ഇമേജ് വരുന്നത് ഫോക്കസിലായിരിക്കും. ഇമേജ് വരുന്നത് എവിടെയാണ്? ഫോക്കസിലാണ്. ഈ മൂന്ന് എത്ര വളരെ അകലല്ലേ, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഫോക്കൽ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇമേജ് വരുന്നത് ഫോക്കൽ ഡിസ്റ്റൻസിലാണ്, ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കസിലാണ് വരുന്നത്. മൂണിൻ്റെ ഇമേജ് വരുന്നത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസിലാണ്. സോ FO ഈസ് ഈക്വൽ ടു, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ FO 15 മീറ്റർ.
15 മീറ്റർ ആണ് വരുന്നത്, ശരിയല്ലേ? 15 മീറ്റർ ഞാൻ 1500 സെൻറ്റിമീറ്റർ എന്ന് എഴുതിക്കോട്ടെ. അല്ല, ബാക്കിയുള്ളത് മീറ്റർ ആണല്ലേ, അപ്പോൾ ഇത് മീറ്റർ ആയിട്ട് ഇരുന്നോട്ടെ. 15 മീറ്റർ. എച്ച് ഡാഷ് കാണണം. നമ്മൾ ഫോർമുല മാഗ്നിഫിക്കേഷൻ, ലീനിയർ മാഗ്നിഫിക്കേഷൻ ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ്. രണ്ട് ഫോർമുലയുണ്ട്, എച്ച് ഡാഷ് ബൈ എച്ച്, വേറൊരു ഫോർമുല വി ബൈ യു. ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ പോവാണ്. എച്ച് ഡാഷ് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ സൈസ് ബൈ ഒബ്ജക്റ്റിൻ്റെ സൈസ്, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു വി ബൈ യു. നമുക്ക് വേണ്ടത് എച്ച് ഡാഷ് ആണ്. അപ്പോൾ ഈ എച്ച് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് എടുത്താലോ? അപ്പോൾ എച്ച് ഡാഷ് ആണല്ലോ ഈ അല്ലേ ഇമേജിൻ്റെ ഡയമീറ്റർ. എച്ച് അങ്ങോട്ട് പോട്ടെ, എച്ച് ഇൻറ്റു വി ബൈ യു. സൈനൊന്നും നമ്മളിവിടെ എടുക്കുന്നില്ല കേട്ടോ, സൈനൊന്നും നമ്മളിവിടെ നോക്കുന്നില്ല. നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അത് കളഞ്ഞേക്കാം. യു ശരിക്കും നെഗറ്റീവാണ്, പക്ഷെ നമ്മൾ ഫോർമുലയിൽ ഉപയോഗിക്കുമ്പോൾ യു നെഗറ്റീവ് എടുക്കുന്നില്ല. എച്ചിൻ്റെ വാല്യൂ 3.48 ഇൻറ്റു 10⁻⁶. വിയുടെ വാല്യൂ, വി എന്ന് പറഞ്ഞാൽ F0 ആണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F0. ഓക്കെ, F0 തന്നെയാണ് വി. 15 മീറ്റർ ബൈ യു. യു എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് സൈൻ എടുക്കുന്നില്ല. 3.8 ഇൻറ്റു 10⁻⁸. ചെയ്തു വരുമ്പോൾ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഇത് മീറ്ററിലാണ് കിട്ടുക. സിംപ്ലിഫിക്കേഷൻ ഞാൻ കാണിക്കുന്നില്ല. 13.7 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ഇമേജ്, മൂണിൻ്റെ ഇമേജ് കിട്ടുമല്ലോ, അതിൻ്റെ ഡയമീറ്റർ 13.7 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ.